അങ്ങനെ ബിഗ് ബോസ് ഹൗസിനകത്ത് രേണുവിനെ ലക്ഷ്യം വെച്ച് മറ്റൊരു ഗെയിം കളിക്കുകയാണ് ഗായകനായ അക്ബർ ഖാൻ. സഹമത്സരാർത്ഥികൾക്ക് ഓമനപ്പേരുകൾ നിർദ്ദേശിക്കാൻ ബിഗ് ബോസ് അവസരം നൽകിയപ്പോൾ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ വിളിച്ചിരിക്കുകയാണ്. അക്ബറിന്റെ ഈ പരാമർശം രേണുവിനെയും ഹൗസിലെ പല മത്സരാർത്ഥികളെയും ഞെട്ടിക്കുക തന്നെ ചെയ്തിരിക്കുകയാണ്. പുതിയ പ്രൊമോ പ്രേക്ഷകരെയും ഒന്നാകെ ഞെട്ടിച്ചിട്ടുണ്ട്. അക്ബർ രേണുവിനോട് മാപ്പ് പറയണം എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ആവശ്യപ്പെട്ടുകൊണ്ട് കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത്. ടാസ്കിനു പിന്നാലെ സെപ്റ്റിക് ടാങ്ക് എന്ന ഇരട്ടപ്പേര് കേൾക്കുന്നത് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. അതെന്നെ ഹേർട്ട് ചെയ്തു. ഞാൻ ഉരുകിപ്പോയി. ഒരിക്കലും കരയുന്നതല്ല, കരഞ്ഞ് ഒരു അടവും കാണിക്കുന്നില്ല. ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ നൂറയോട് പരാതി പറയുന്ന രേണുവിനെയും പ്രൊമോയിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 തിരശീല ഉയർന്നത്. സോഷ്യൽ മീഡിയയുടെ വൈറൽ താരമായ രേണു സുധിയും ഈ സീസണിൽ മത്സരാർത്ഥിയായി എത്തിയിട്ടുണ്ടായിരുന്നു. രേണുവിന്റെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ റീച്ചിനെ കുറിച്ച് സഹമത്സരാർത്ഥികളിൽ നല്ലൊരു ശതമാനം ആളുകളും ബോധവാന്മാരാണ്. അതിനാൽ തന്നെ രേണുവിനെ ഒരു എതിരാളിയായി കാണുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.